ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് വരുന്നവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമേ ഇല്ല. വെജിറ്റബിൾ ഫുഡാണെങ്കിൽ നമ്മളിപ്പോൾ ദോശ, മസാല ദോശ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം കഴിക്കാനാണെങ്കിൽ ഗുരുവായൂർ കിഴക്കേ നടയിൽ, അതായത് ഭഗവാനെ ദർശിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നെസ്ലെ കോഫി ഷോപ്പ് ഉണ്ട്, കോൾഡ് കോഫീൻ്റെ. അത് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ സൂപ്പർ പൂരിയും മസാലക്കറിയും കിട്ടും. നമ്മളെന്നും ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതെയാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് ഈ പൂരിയും മസാലക്കറിയും കഴിച്ചിട്ടേ വരാറുള്ളൂ. കിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പൂരി, നല്ല ടേസ്റ്റാണ്. വെറുതെ ഒരു പോളിഷായി പറയുന്നതല്ല, നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ പോയേരം അവിടെ നിന്ന് ബട്ടൂര എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ആദ്യക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബട്ടൂര വാങ്ങണമെന്ന്. അങ്ങനെ നമ്മൾ ബട്ടൂരയാണ് വാങ്ങിച്ചത്. ഇതാണ് ബട്ടൂര. ഇതിൻ്റെ കൂടെ നല്ല വലിയ വെളുത്ത കടലയില്ലേ, ആ കടല കൊണ്ടൊരു കറിയും ഒരു സലാഡ് പോലെ ഒരു സംഭവമുണ്ട്. സൂപ്പറായിരുന്നു. കിച്ചു വാങ്ങിച്ചത് പൂരി മസാലക്കറിയാണ്. കിച്ചുവിന് അതാണ് ഇഷ്ടം. പക്ഷേ ബട്ടൂര ചോളത്തിൻ്റെതായതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഇച്ചിരി പൊടിക്ക് ടേസ്റ്റ് എനിക്ക് തോന്നി. പക്ഷേ പൂരി പോലെ തന്നെ ഏകദേശം. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒരുപാട് പേര് പരിചയമില്ലാത്ത വേറെ നാട്ടിൽ നിന്ന് വരുന്നവർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇവിടെ വെജിറ്റബിൾ ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതാണ്, റെസ്റ്റോറൻറ്റ് അടുത്തുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തത്. അപ്പോൾ ടാറ്റാ.